ഹലോ വെൽക്കം ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ പാർട്ട് 1 ആണ്. നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 5 സെഷൻ ഉണ്ടാവും. മൊത്തം നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഒരു 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 1 ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: A sine wave has a peak value of 20 volt. Its peak factor is. Sine wave ന്റെ peak value എന്ന് പറയുന്നത് 20 volt ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ peak factor എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതില് sine wave ന്റെ peak value Vm is equal to ആണ് 20 volt. ചോദിച്ചിരിക്കുന്ന peak factor ആണല്ലോ. അതായത് നമ്മുടെ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ആണ് എന്ത് 20 volt. Peak factor അഥവാ അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറയാറുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ ആണ്. പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ RMS വാല്യൂ. അപ്പോൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് Vm ആണ്. RMSനെ നമുക്ക് എങ്ങനെ എഴുതാം? VRMS is equal to, അതായത് Vm by VRMS എന്ന് വരും. VRMS is equal to Vm by root ആണ് അല്ലേ. അപ്പം നമ്മൾക്ക് പീക്ക് ഫാക്ടർ എന്തായിട്ട് മാറും? Vm ഡിവൈഡഡ് ബൈ Vm by root 2 ആയിട്ട് മാറും. Vm ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി root 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ പീക്ക് ഫാക്ടർ ഓഫ് സൈൻ വേവ് ഏത് ആംപ്ലിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ Vmന്റെ വാല്യൂ 20 വോൾട്ട് കൊടുത്താലും ആ 20 വോൾട്ട് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് √2 മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പം നമ്മൾക്ക് ഏതൊരു സൈൻ വേവിന്റെ ആണെന്നുണ്ടെങ്കിലും ഏത് ആംപ്ലിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? √2 ആയിരിക്കും. √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414 അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് നോക്കേണ്ടത്. പീക്ക് ഫാക്ടറിന്റെ എന്താണ് പീക്ക് ഫാക്ടർ എന്നുള്ളത് അറിയണം, അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് അറിയണം. പീക്ക് ഫാക്ടർ ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദ പീക്ക് വാല്യൂ ആൻഡ് ദ RMS വാല്യൂ ഓഫ് ദ സൈൻ വേവ് ആണ്. ഓക്കെ, RMS വാല്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് Vm by √2 ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്തുകൊണ്ട് 20 കൊടുത്തില്ല? ഞാനിപ്പോൾ 20 കൊടുത്ത് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 20 ബൈ √2 എന്ന് വരും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് വീണ്ടും നമുക്ക് √2 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഏത് വാല്യൂ അവിടെ വന്നാലും നമുക്ക് ഫൈനൽ ആൻസർ പീക്ക് ഫാക്ടർ ഓഫ് സൈൻ വേവ് എന്ന് പറയുന്നത് അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ, അത് √2 ആണ്, 1.414 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം എങ്ങനെ കിട്ടുന്നുള്ള പറയണ്ട. പീക്ക് ഫാക്ടർ ആണ് ക്രസ്റ്റ് ഫാക്ടർ, പീക്ക് വാല്യൂ ടു ദ RMS വാല്യൂ ആണ് വരിക. VRMS Vm by √2 ആണ്. അതിന് വേണമെന്നുണ്ടെങ്കിൽ V പീക്ക് ഇൻറ്റു 0.707. നമ്മളുടെ എന്താ പറയുക ഇക്വേഷൻ അനുസരിച്ചിട്ട് ചില സമയത്ത് കുറച്ച് കൂടുതൽ ഡാറ്റാസ് ഒക്കെ വന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ വരുമ്പോഴാണ് ഈ 1/√2നെ നമ്മൾ ഇങ്ങനെ എഴുതേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ എന്നാലും ഒന്ന് അറിഞ്ഞു വയ്ക്കുക, 1/√2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.707 ആണ്. അതുപോലെ 1/π ആണ് ഈ 0.318 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാതെ പഠിക്കുന്നത് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് V പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ RMS വാല്യൂ. അപ്പോൾ പീക്ക് ഫാക്ടർ 1.414 ആണ്. അപ്പോൾ ഏത് വാല്യൂ ആണെന്നുണ്ടെങ്കിലും റിഗാർഡ്ലെസ് ഓഫ് ദ പീക്ക് വാല്യൂ നമ്മുടെ സൈൻ വേവിന്റെ പീക്ക് ഫാക്ടർ എന്നും 1.414 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആൻഡ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് ഫോർ സീരീസ് RLC സർക്യൂട്ടിൽ. ദ കറണ്ട് അക്സെപ്റ്റഡ് അറ്റ് റെസൊണൻസ് ഈസ് മാക്സിമം ഇൻ എ പാരലൽ RLC സർക്യൂട്ട്. അപ്പോൾ അതായത് പാരലൽ RLC സർക്യൂട്ടും സീരീസ് RLC സർക്യൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കണം. ദ സം ഓഫ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ കറൻസ് ഈസ് മാക്സിമം അറ്റ് റെസൊണൻസ് ഇൻ എ പാരലൽ RLC സർക്യൂട്ട്. ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ഏതൊക്കെയാ ട്രൂ അല്ലാത്തത് എന്നും ചോദിക്കും. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഒന്ന് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടറും അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്ററും. ഫേസ് ആംഗിൾ, ഇതിനിടയ്ക്കുള്ള ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് സീരീസ് RLC സർക്യൂട്ടിന് 180 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കറണ്ട് അക്സെപ്റ്റഡ് റെസൊണൻസ് ഈസ് മാക്സിമം ഇൻ പാരലൽ RLC സർക്യൂട്ട്. നമുക്കറിയാം റെസൊണൻസ് സീരീസ് RLC സർക്യൂട്ടിനാണ് മാക്സിമം വരിക. പാരലൽ RLC സർക്യൂട്ടിന് റെസിസ്റ്റൻസ് ആണ് മാക്സിമം. റെസിസ്റ്റൻസ് അഥവാ ഇംപീഡൻസ് ആണ് അവിടെ മാക്സിമം വരിക. അപ്പോൾ കറണ്ട് സ്വാഭാവികമായിട്ട് അവിടെ കുറവാണ് വരിക. അപ്പോൾ എന്തായാലും ഓപ്ഷൻ 2 നമുക്ക് വരില്ല. സം ഓഫ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ കറൻസ് ഈസ് മാക്സിമം അറ്റ് റെസിസ്റ്റൻസിന്റെ ഒരു പാരലൽ RLC സർക്യൂട്ടിൽ അതിന്റെ സം ഒരിക്കലും എന്താവില്ല, മാക്സിമം ആവില്ല. നമ്മൾ പറഞ്ഞു ഓൾറെഡി അവിടെ കറണ്ട് കുറവാണ്. പിന്നെ ഇങ്ങനെ പാരലൽ RLC സർക്യൂട്ടിൽ രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്കൊരു മാക്സിമം കറണ്ട് അവിടെ വരില്ല. അപ്പോൾ സം ഓഫ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ കറൻസ് എന്ന് പറയുന്നത് മാക്സിമം അറ്റ് റെസൊണൻസ് ഇൻ പാരലൽ RLC സർക്യൂട്ട് എന്ന് പറയുന്നതും തെറ്റാണ്. അപ്പോൾ അവിടെ ഏത് മാത്രമേ വരുള്ളൂ?
phase angle between voltage across the capacitor and voltage across the inductor എന്ന് പറയുന്നത് 180 degree ആണ് ഇതിന് for series RLC circuit. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അത് എന്തുകൊണ്ടാണ് ആദ്യത്തെ ട്രൂ പറയുമ്പോൾ ഇൻ എ സീരീസ് RLC സർക്യൂട്ടിൽ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ ലീഡ് ബൈ കറണ്ട് ബൈ 90 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ കപ്പാസിറ്ററിനാണെന്നുണ്ടെങ്കിൽ അത് ലാഗ്സ് ബൈ -90 ഡിഗ്രി ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് എടുക്കുമ്പോൾ 90 മൈനസ് -90 വരുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആവും. അതുകൊണ്ടാണ് അത് 180 ഡിഗ്രി ആയത്. പിന്നെ പാരലൽ റെസൊണൻസിൽ കറണ്ട് എന്ന് പറയുന്നത് മിനിമവും നമ്മളുടെ ഇംപീഡൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഡ്രോൺ ഫ്രം ദ സോഴ്സ് എന്ന് പറയുന്നത് മിനിമം ആണ്, കാരണം നെറ്റ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് അവിടെ മിനിമം ആയതുകൊണ്ട്. ഇനി അറ്റ് പാരലൽ റെസൊണൻസിൽ ഇൻഡക്ടർ ആൻഡ് കറണ്ട്സ് എന്ന് പറയുന്നത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, പക്ഷേ ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പാരലൽ റെസൊണൻസിൽ ഇടയ്ക്കുള്ള കറണ്ട്, ഇതിന്റെ ക്രോസ് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, പക്ഷെ ഫേസ് അവിടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഫേസർ സം എന്ന് പറയുന്നത് അവിടെ 0 ആണ്, അവിടെ മാക്സിമം ആവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്ഷൻ 1D ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എ കോയിൽ ഹാസ് എൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് 220. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 220 ഓം ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 220 ഓം ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെയും കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെയും അതുപോലെ ഏത് റിയാക്ടൻസും റെസിസ്റ്റൻസും ഒക്കെ എന്താണ്, അതിനൊക്കെ യൂണിറ്റ് ഓം ആണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, മുമ്പ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന AC വോൾട്ടേജ് ഓഫ് നമ്മളൊരു AC വോൾട്ടേജ് കൊടുക്കുകയാണ്, അതും 220 വോൾട്ട് ആണ്. അതിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ റിയാക്റ്റീവ് കറണ്ട് ആണ് നമ്മളോട് ചോദിക്കുന്നത്. റിയാക്റ്റീവ് കറണ്ട് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, വോൾട്ടേജ് AC വോൾട്ടേജ് കൊടുക്കുന്നത് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് 0.5A ആണ്. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മളുടെ തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, കോയിൽ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അപ്ലൈഡ് വോൾട്ടേജ്, ഫ്രീക്വൻസി എല്ലാം തുടങ്ങും. നമുക്ക് റിയാക്റ്റീവ് കറണ്ട് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ആദ്യം ഇംപീഡൻസിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾക്ക് കണ്ടുപിടിക്കാം. അത് ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇംപീഡൻസ് എന്നത് റൂട്ട് ഓഫ് റെസിസ്റ്റൻസ് സ്ക്വയർ പ്ലസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. നമുക്ക് ഈ ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 220 √2 വരും അല്ലെ. റൂട്ട് ഓഫ് ഇത് ഒരേ സാധനം 2 തവണ വന്നിരിക്കും. അപ്പോൾ 2 × 220 സ്ക്വയർ വരും. അപ്പോൾ √2 × √220 സ്ക്വയർ വരും. ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്തപ്പോൾ √2 × 220 വരും. അതാണ് 220 √2 എന്ന് വന്നത്. ഇനി ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, V/Z ആണ് അല്ലെ. ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ള ആ സെഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് V/Z വാല്യൂ കൊടുക്കുക. വോൾട്ടേജ് നമുക്ക് 220 വോൾട്ട് തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് Z 220 √2 നമുക്ക് കിട്ടി. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് 1/√2 ആണ്. അതിന്റെ വാല്യൂ 0.707A ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റിയാക്റ്റീവ് കറണ്ട് ആണ്. അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിയാക്റ്റീവ് ക്വാഡ്രേച്ചർ കറണ്ട് അഥവാ റിയാക്റ്റീവ് ക്വാഡ്രേച്ചർ കറണ്ട് എന്ന് പറയുന്നത് റിയാക്റ്റീവ് കറണ്ട് കോമ്പോണന്റ് IQ = I sin Q ആണ്. ഇവിടെ I sin phi ആണ്. ഇവിടെ tan phi = XL/R. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, phi കിട്ടും. നമുക്ക് ഈ സാധനം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫൈന്റെ വാല്യൂ അറിയണം. അപ്പോൾ അതിന് നമുക്ക് ആ ഫേസ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. tan phi = റിയാക്ടൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് tan phi എന്ന് പറയുന്നത് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൈന്റെ വാല്യൂ 45 ആയാലേ 1 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഫൈന്റെ വാല്യൂ നമുക്ക് 45 കിട്ടി. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐന്റെ വാല്യൂ 0.707 കിട്ടിയിട്ടുണ്ട്. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പോൾ 1/√2 എന്ന് പറയുന്നത് 0.707 ആണ്. അപ്പോൾ 1/√2 × 1/√2 വരും. അത് 1/2 ആണ്. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ എഴുതാം. അതായത് I എന്ന് പറയുന്നത് 1/√2 ഈ വാല്യൂയിലേക്ക് മാറ്റാണ്ട് ഇതിൽ തന്നെ നമ്മൾക്കത് എഴുതാം. 1/√2 വരും. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പോൾ √2 × √2 എന്ത് വരും, 1/2 വരും. 1/2 ആണ് എന്ത് 0.5 ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചില കേസുകളിൽ നമുക്ക് ഈ സാധനം കറക്റ്റ് വാല്യൂ എഴുതില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പിന്നെ നമ്മുടെ ടൈം വേസ്റ്റ് ആവുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എന്താ വരിക, ആൻസർ 0.5 ആംപിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ RMS വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ RMS വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്ഷൻസ് √12, √3, √6, 3. തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി ഒരു റെക്ടാങ്കുലർ വേവ് ആണ്. ഒരു റെക്ടാങ്കുലർ വേവിന്റെ RMS വാല്യൂയും ആവറേജ് വാല്യൂന്റെ ഒക്കെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ.
അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഫോർമുലയായിട്ട്. പക്ഷെ അതല്ലാണ്ട് തന്നെ എന്ത് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവില്ല, അത് മാത്രം ഇവിടെ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾക്ക് അതിൻ്റെ RMS വാല്യൂ ആണെന്നുണ്ടെങ്കിൽ VRMS ഓഫ് നമ്മുടെ റെക്ടാങ്കുലർ വേവ് ആണെന്നുണ്ടെങ്കിൽ A × √D ആണ്. D എന്ന് പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ ആണ് അല്ലേ. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര നേരം സമയം അത് ഓൺ ആയിരിക്കുന്നു ഡിവൈഡഡ് ബൈ ടോട്ടൽ അതിൻ്റെ ടൈം പീരീഡ് ആണ് നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ വരിക. അവിടെ നമ്മൾക്ക് അറിയാം ഡ്യൂറേഷൻ -1 to 1 പറയുമ്പോൾ 2 അതിൻ്റെ ഡ്യൂറേഷൻ വരിക. അപ്പോൾ D എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡ്യൂറേഷൻ 2 + 1 ആണ്. അപ്പോൾ 2/3 ആണ് അതിൻ്റെ എന്ത് വരിക ഡ്യൂറേഷൻ ഡ്യൂട്ടി സൈക്കിൾ വരിക. ഇനി RMS വാല്യൂ എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 3 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 3 വോൾട്ട് ആണ്, കാണുന്നില്ല അല്ലേ, അത് 3 വോൾട്ട് ആണ് കേട്ടോ. അപ്പോൾ 3 × √2/3 എന്ന് വരും. അപ്പോൾ ഇതിൽ 3 ഇതിന് √2 × √3 × √3 എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോറി √2 ഡിവൈഡ് ബൈ √3 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 3ന് നമുക്ക് √3 × √3 എന്ന് എഴുതാൻ പറ്റും √2 ഡിവൈഡ് ബൈ √3. ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി അവിടെ എന്താ വരിക √3 × √2 വരും, which is equal to √6. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ സൈൻ വേവ് ആണെന്നുണ്ടെങ്കിൽ സൈനിൻ്റെ ആണെന്നുണ്ടെങ്കിൽ RMS വാല്യൂ എന്ന് പറയുന്നത് A/√2 ആണ്. അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് A/π ആണ് ഒന്ന് സൈനിൻ്റെ. ഇനി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ RMS വാല്യൂയും അതുപോലെ തന്നെ ആവറേജ് വാല്യൂയും A തന്നെയാണ് കേട്ടോ. രണ്ടും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് സ്ക്വയർ വേവ് ആണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ട്രയാങ്കുലർ വേവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രയാങ്കുലർ വേവ് ആണെന്നുണ്ടെങ്കിൽ A/√3യും അതേപോലെ 0.5 × A ആണ്. ആംപ്ലിറ്റ്യൂഡ് × 0.5, അതായത് A/2 ആണ് വരിക. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ റെക്ടാങ്കുലർ പൾസ് ആണെന്നുണ്ടെങ്കിൽ A × √D ആണ് അതിൻ്റെ എന്ത് വരിക RMS വാല്യൂ വരിക. അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് A × D ആണ് വരിക. ഓക്കെ, ഈ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. സൈനിൻ്റെ, സ്ക്വയറിൻ്റെ, ട്രയാങ്കിളുടെ, റെക്ടാങ്കിളുടെ അതും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ RLC സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ഹാസ് R = 100 ohm, Q ഫാക്ടർ 20 ആണ്, റെസൊണന്റ് ഫ്രീക്വൻസി ω0 = 100 radian/second ആണ്. വാല്യൂ ഓഫ് ദ കപ്പാസിറ്റൻസ് ചോദിക്കണം. R 100 തന്നിട്ടുണ്ട്, Q എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്, റെസൊണന്റ് ഫ്രീക്വൻസി ω0 = 100 radian/second തന്നിട്ടുണ്ട്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് എങ്ങനെയത് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇത്രയും വാല്യൂസ് ആണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് Q ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q = 1/√L/C ആണ്. നമുക്ക് ω0 = 1/√LC തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് L in terms of C യൂസിങ് റെസൊണൻസ് ചെയ്യാൻ പറ്റുമല്ലോ. 1/C⍵²L, അതായത് നമ്മളുടെ അറ്റ് റെസൊണൻസിൽ XL = XC ആണല്ലോ. അപ്പോൾ ഇതിൽ Lω = 1/C⍵. അതിൽ നിന്നാണ് ഈ Lന്റെ വാല്യൂ = 1/C⍵² കിട്ടുന്നത് കേട്ടോ. അതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി Qന്റെ എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Q = 1/R × ആ Lനും വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/CRω എന്ന് വരും. അപ്പോൾ C എന്ന് പറയുന്നത് അതിന് എന്ത് കിട്ടും 1/QR⍵0 കിട്ടും. അപ്പോൾ അതിൽ Cന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Qന്റെ വാല്യൂ നമുക്ക് അറിയാം 20, Rന്റെ വാല്യൂ അറിയാം 100, ω0ന്റെ വാല്യൂ അറിയാം 100. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് 5 മൈക്രോഫാരഡ് എന്ന് പറയും. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഈ സീരീസ് സർക്യൂട്ട് ഹാസ് ആൻ ഇംപീഡൻസ് ഓഫ് 6 - j8 ohm ആണ് നമുക്ക് സീരീസ് സർക്യൂട്ടിന്റെ ഇംപീഡൻസ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് 200 വോൾട്ട് സപ്ലൈയിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് പവർ കൺസ്യൂംഡ് ബൈ ദി സർക്യൂട്ട് ആണ് നമുക്ക് നമ്മുടെ ചോദ്യം. ഈ സീരീസ് സർക്യൂട്ടിന്റെ ആക്റ്റീവ് പവർ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇംപീഡൻസ് എന്ന് പറയുന്നത് √6² - 8² ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂന്റെ ഇംപീഡൻസിന്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങനെ കണ്ടുപിടിക്കുക അല്ലേ. അത് 6 - j8 ആണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ √6² - 8² അങ്ങനെയാണ് നമുക്ക് അത് എന്ത് കിട്ടുന്നത് √36 + 64 ചെയ്ത് കഴിഞ്ഞാൽ 10 ohm കിട്ടും. ഈ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് I = V/magnitude of Z ആണ്. അപ്പോൾ 200 ഡിവൈഡ് ബൈ V തന്നിട്ടുണ്ട്, 200 തന്നിട്ടുണ്ട്, 200 വോൾട്ട് ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 20 ആംപിയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കണം. നമ്മൾ ആക്റ്റീവ് പവർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ P = VI cos ∅ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾക്കിപ്പോൾ V നമ്മൾ കണ്ടുപിടിച്ചു, V നമ്മുടെ ഓൾറെഡി ഉണ്ട്.
ഇതിൽ ഐ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി cos phi കണ്ടുപിടിക്കണം. പവർ ഫാക്ടർ ആണ്. അത് r by magnitude of z ആണ്, which is equal to 6 divided by റെസിസ്റ്റൻസ് r എന്ന് പറയുന്നത് 6 ആണ്. ഈ 6 ആണ് നമുക്ക് വരിക. 6 divided by 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0.6 വരും. അപ്പോൾ അതൊക്കെ കൂടെ കൊടുക്കുക. 200 into 20 into 0.6 കൊടുത്തു കഴിഞ്ഞാൽ 2400 വാട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, an inductor of 3 Henry carries a current of I of t is equal to 0.5t for 0 less than t less than or equal to 2 seconds. What is the energy consumed by the inductor when time t is equal to 2 seconds? നമ്മൾക്ക് അത് എങ്ങനെ കിട്ടാമെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഇതൊക്കെയാണ്. എന്താണ്? an inductor of 3 Henry. ഇൻഡക്ടറിന്റെ വാല്യൂ L എന്ന് പറയുന്നത് 3 Henry നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതിൽ കൂടിയുള്ള കറണ്ട് ആണ് I of t is equal to 0.5t. ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് 0 less than t less than or equal to 2 seconds ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ I of t എന്ന് പറഞ്ഞ് 0.5t ഞാൻ തന്നിട്ടുണ്ട്. അറ്റ് എ ടൈം 2 സെക്കൻഡ് ആണ് നമ്മൾക്ക് എനർജി കൺസ്യൂംഡ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ I of 2 എന്ന് പറയുന്നത് 0.5 into ടിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ 1 ആംപിയർ കിട്ടും. നമുക്ക് ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത് അതിന്റെ സ്റ്റോർഡ് എനർജിയാണ്. അത് ഹാഫ് Li² ആണ്. കാരണം ഇൻഡക്ടറിന്റെ ആയതുകൊണ്ട് ഇൻഡക്ടറിന്റെ ഹാഫ് Li² നമ്മളുടെ കപ്പാസിറ്ററിനാണെങ്കിൽ ഹാഫ് CV² വരെ. അപ്പോൾ എനർജി കൺസ്യൂംഡ് ബൈ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഹാഫ് Li². ഹാഫിന്റെ L എന്ന് പറയുന്നത് 3 Henry അറിയാം. I എന്ന് പറയുന്നത് 1 ആണെന്ന് അറിയാം. അപ്പൊ ഹാഫ് ഇൻറ്റു 3 into 1² ചെയ്ത് കഴിഞ്ഞാൽ 1.5 ജൂൾ കിട്ടും. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ which of the following circumstances current flow through an electric circuit is possible? താഴെ തന്നിരിക്കുന്ന കണ്ടീഷൻസിൽ കറണ്ട് ഫ്ലോ ത്രൂ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് പോസിബിൾ ആവുന്നത് എപ്പോഴാണ്? ഇഫ് ദ സർക്യൂട്ട് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കുമ്പോഴാണോ? ഇഫ് സഫീഷ്യന്റ് വോൾട്ടേജ് ഡ്രോപ്പ് അവൈലബിൾ ആയിരിക്കുമ്പോഴാണോ? എപ്പോഴാണ്? നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1 only, 2 only, both 1 and 2, none of the above എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോസ് ഓൺലി വെൻ ദർ ഈസ് എ ക്ലോസ്ഡ് പാത്ത്. ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ഡ്രൈവ് ദ ചാർജസ്. ആ പൊട്ടൻഷ്യൽ അതിന് ഈ ചാർജസിന് ഡ്രൈവ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി കൂടെ വേണം. ഇതുണ്ടെങ്കിൽ കറണ്ട് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ 0 വോൾട്ടേജ് ആയിരിക്കും സംഭവിക്കുക. അതായത് നോ കറണ്ട് ഫ്ലോസ് വരിക. അപ്പൊ എന്താ വരിക? അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് രണ്ടും ഇലക്ട്രിക് സർക്യൂട്ടിലും കറണ്ട് ഫ്ലോ പോസിബിൾ ആവുന്നത്? അത് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കണം. അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ബോത്ത് 1 and 2 ആണ് അവിടെ ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കിലോവാട്ട് അവർ, കിലോ കലോറി, ഹോഴ്സ് പവർ, മെഗാവാട്ട്. സാധാരണ ഇലക്ട്രിക്കൽ എനർജിന്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എല്ലാവർക്കും അറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കിലോവാട്ട് അവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞ് വിട്ടേക്കരുത്. മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് 1 into കിലോ എന്ന് പറയുന്നത് 1000 ആണ് അല്ലെ. ഇൻറ്റു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. അപ്പൊ അതൊക്കെ കൂടെ ചെയ്യുന്ന സമയത്ത് അത് ഇൻ ടേംസ് ഓഫ് ജൂൾസ് നമുക്ക് ഇങ്ങനെ എഴുതാം 3.6 ജൂൾ. അപ്പോൾ 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് 3.6 into 10⁻⁶ ജൂൾ ആണെന്നും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ an electric circuit at constant temperature the relationship between voltage, current and resistance is given by. അപ്പോൾ at constant temperature കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ പറയുന്ന നിയമം അതാണ്. കിർച്ചോഫ്സ് ലോ, ഓംസ് ലോ, ഫാരഡേസ് ലോ, ലെൻസസ് ലോ. ഏതാണ്? അത് നമുക്ക് കാണാതെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അത് ഓംസ് ലോ ആണെന്ന് അല്ലേ. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് at constant temperature the current through a conductor എന്ന് പറയുന്നത് directly proportional to the voltage across it and inversely proportional to the റെസിസ്റ്റൻസ് ആർ. അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജിന് പ്രൊപ്പോർഷണലും ആയിരിക്കും. അങ്ങനെയാണ് ശരിക്കും വരിക. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള കോൺസ്റ്റന്റ് ആണ് ശരിക്കും പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് V/I എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വരും. അതായത് ആ കോൺസ്റ്റന്റിന്റെ പേരാണ് റെസിസ്റ്റൻസ്. അപ്പൊ V/I = R ആണ്. ഇത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ കുറെ എണ്ണം പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ V = I × R കിട്ടും അല്ലെ. I ഉം R ഉം തന്നാൽ V കണ്ടുപിടിക്കാൻ പറ്റും. R കണ്ടുപിടിക്കണമെങ്കിൽ V ഉം I ഉം കിട്ടിയാൽ മതി. ഇതുപോലെ I കണ്ടുപിടിക്കണമെങ്കിൽ V/R ആണ്. ഈ ഇക്വേഷൻ കൂടെ നമ്മൾ ഒപ്പം പഠിച്ചു വെക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ V = IR എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ്
ഡിസ്കസ് ചെയ്യുന്നത്. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.